ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇതുവരെ ഇന്ന് ലിക്വിഡിറ്റി ഏരിയസ് ഒന്നും ടാപ്പ് ചെയ്തില്ല. ഇന്നിപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേലോ ഉണ്ട് ഇവിടെ 23,596.6. പിന്നെ ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മേലെ ഒരു 15 മിനിറ്റ് ലെവലാണ് 23,812 സോ ഇത് രണ്ടാണ് നിലവിലുള്ള രണ്ട് ഐഡിയക്സ് അല്ല, ലിക്വിഡിറ്റി ഏരിയാസ്. ഒന്ന് ഐഡിയക്സ് ആണ്, മറ്റേത് ലിക്വിഡിറ്റി ഏരിയ ആണ്. സോ അത് രണ്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലേതെങ്കിലും ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും എൻട്രി കൺസിഡർ ചെയ്യുക. അതല്ലെങ്കിൽ ഇന്ന് പുതിയ ഏതെങ്കിലും ലെവൽ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ വേണം. ഇന്ന് ഇതുവരെ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിലൊന്നും പുതിയ ലെവൽസ് ഒന്നും ആയില്ല, ജസ്റ്റ് മാർക്കറ്റ് റെഡി ആയി വരുന്നുള്ളൂ. 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ടാപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മേലെ പോയി താഴെ വന്ന് ഒരു ലിക്വിഡിറ്റി എടുത്ത് മേലെ പോയി. നിലവിലിപ്പം പ്രത്യേകിച്ച് എനിക്ക് ഡയറക്ഷൻസ് ഒന്നുമില്ല എങ്ങോട്ടേക്ക് എടുക്കണം എന്നല്ല. ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്താൽ മാത്രമേ ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് നോക്കുള്ളൂ. സോ വെയിറ്റ് ചെയ്യാം, ഏതെങ്കിലുമൊക്കെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യട്ടെ. ഓക്കെ, നിഫ്റ്റി പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി നോക്കാം. എൻട്രി ട്രേഡ് എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് 23,750 കോൾ ഓപ്ഷൻ നോക്കാം. ആ ഒരു ലെവലിലാണ് ട്രേഡ് വരുന്നത്. സോ 23,750 കോൾ ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്ത് വെക്കാം. 23,750 കോൾ ഓപ്ഷൻ ഓക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലാറ്റ് ട്രേഡിൽ പോയിട്ട് നമുക്ക് ഓർഡർ വിൻഡോ റെഡി ആക്കാം. 23,750 കോൾ ഓപ്ഷനിൽ 23,750 വരുന്നില്ലല്ലോ, എന്തോ ചെറിയ പ്രശ്നമുണ്ട്. VPNൻ്റെ പ്രശ്നമൊക്കെ മാറിയിട്ടുണ്ട്. VPN ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാപ് കട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന്, അപ്പോൾ ക്യാപ് കട്ട് ഒഴിവാക്കിയിട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറൊക്കെ മാറ്റി വേറെ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഈ വീഡിയോ മിക്കവാറും വേറെ ഏതെങ്കിലും ആപ്പിലേക്ക് ഞാൻ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ എത്ര നോക്കിയിട്ടും കിട്ടും, ഒന്നുകൂടെ നോക്കി നോക്കുക. 23,750 നോ വേ, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നിഫ്റ്റിന്ന് അടിച്ചിട്ട് എന്തടിച്ചിട്ടും വരുന്നതില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മാറ്റിയിട്ട് ഫോണിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ മതി. ഇതിൽ എത്ര പ്രാവശ്യം അടിച്ചിട്ടും വരുന്നില്ല. ഓക്കെ, ഫോണിൽ നോക്കി നോക്കാം. ഫോണിൽ 23,750 കോൾ ഓപ്ഷൻ ഫോണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആഡായി വന്നിട്ടുണ്ട് 23,750 കോൾ ഓപ്ഷൻ. അതിൽ ബൈ കൊടുക്കാം. നമ്മൾ എൻട്രി ഇപ്പോൾ വന്നിട്ടുണ്ടാവും അറിയില്ല, കുറച്ച് ടൈമായി അതിങ്ങനെ നോക്കിയിരിക്കുന്നത്. ചാർട്ട് നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. 6 മൈനസിലൊക്കെ ഇല്ല, ടാപ്പ് ചെയ്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് തിരിയുകയാണ് ചെയ്തത്. നമ്മളെ ലെവൽ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് 23,759.4 ആണ് നമ്മളെ ലെവൽ. അപ്പ് സൈഡിലുള്ള ചെറിയ ചെറിയ ലിക്വിഡിറ്റീസൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ മേജർ ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്തില്ല. അതുകൊണ്ട് അപ്പ് സൈഡിലേക്ക് തന്നെയാണ് ട്രേഡ് കൺസിഡർ ചെയ്യുന്നത്. 1 മിനിറ്റിൽ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാനുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് അത്രയും അടുത്ത് വരെ പോയിട്ടുണ്ട്, എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. സോ ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ അത് ടാപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ചിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടി വരും. ഏതായാലും നോക്കട്ടെ, മാർക്കറ്റിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് വീണ്ടും നമ്മളെ എൻട്രിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ടാപ്പ് ചെയ്തില്ല, ഇപ്പോഴും അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. നമ്മളെ കറക്റ്റ് എൻട്രി ഏരിയ വരുന്നത് ഇവിടെയാണ് 23,759.4. ടാർഗറ്റ് 40 പോയിൻ്റൊക്കെ ഉണ്ട്. ഡേഹയിലേക്ക് ആവണം. 40 പോയിൻ്റൊക്കെ എത്തുമ്പോൾ 30 പോയിൻ്റ് കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. 1:5 ഉണ്ടാവില്ല ചിലപ്പോൾ, എന്നാലും ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്തൊക്കെ കിട്ടും. ഒരു 20 പോയിൻറ്റ്സൊക്കെ എന്തായാലും കിട്ടാൻ മതിയോ. പക്ഷേ വീണ്ടും നമ്മളെ പറ്റിച്ച് മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് മുന്നേയും അതേമാതിരി തന്നെ തൊട്ടടുത്ത് വരെ വന്ന് കയറിപ്പോയി ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഒരു എൻട്രിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അത് കിട്ടാതെ എൻട്രി പോയിൻ്റ് തൊട്ടടുത്ത് നിന്നൊക്കെ ടാർഗറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ ഇമോഷൻസിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കൂളായിട്ടിരിക്കണം. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് എൻട്രി എടുക്കില്ല, ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ. ഏതായാലും ഒന്നും കൂടെ നോക്കി നോക്കാം ട്രേഡ് കിട്ടുമല്ലേ എന്നുള്ളത്. നമ്മളെ ട്രേഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ഒരു ലെവലാണ് ഇനി മാർക്ക് ചെയ്ത് വെച്ചത് 23,759.4.
അവിടെ മാർക്കറ്റ് ഒരു പ്രാവശ്യം നല്ലൊരു മൊമെൻറ്റത്തിലാണ് താഴേക്ക് വന്നത്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി അത് ടാപ്പ് ചെയ്യാതെ മേലേക്ക് കയറിപ്പോയി. വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് വീണ്ടും ടാപ്പ് ചെയ്യാതെ മേലേക്ക് കയറി, വീണ്ടും താഴേക്ക് കുറച്ചൊക്കെ വന്ന് ഇതുവരെ വന്നിട്ട് വീണ്ടും കയറി പോവാണ്. സോ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുവരെ ആ ട്രേഡ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ പോലെയാണ്. ഇപ്പോൾ 5 മിനിറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം, ഈ ഒരു ക്യാൻഡിൻ്റെ ഉള്ളിലാണ് പിന്നീട് ഉണ്ടായ കംപ്ലീറ്റ് ക്യാൻഡിൽസ്. ഈ ഒരു ക്യാൻഡിൻ്റെ ലോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് കൊണ്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ, ബാക്കി കംപ്ലീറ്റ് ഈ ഒരു ക്യാൻഡിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടാണ് കളിക്കുന്നത് 5 മിനിറ്റിൽ കംപ്ലീറ്റ്. സോ അങ്ങനെ ഉള്ളൊരു മാർക്കറ്റിലൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ട്രേഡിങ് സ്കില്ലാണ്. ബിഗിനേഴ്സിനല്ല, ഏതൊരാൾക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്കില്ല്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വന്ന് നമ്മളൊരു എൻട്രി ആയിരിക്കും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഒരു ബൈ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ആ ബൈ കൊടുക്കാൻ വേണ്ടി നമ്മളെ വ്യൂ കാര്യങ്ങളൊക്കെ മേലേക്കാണ്. അങ്ങനെ ഫുള്ള് റെഡി ആയിരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് വരെ വന്ന് പോയി. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല, അതിനുള്ളൊരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് അതും കിട്ടിയില്ല, പോയി. അങ്ങനെ വീണ്ടും വന്ന് ഇവിടെ നിന്നൊക്കെ കയറുന്ന ചിലപ്പോൾ നമ്മൾ ചാടി കയറി എടുത്തു പോകും. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എൻട്രിയാണ്. നമ്മളിങ്ങനെ സൈ കെട്ടിരിക്കുകയാണ്. നമ്മളെ വ്യൂയിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്, മേലേക്കാണ് പോകുന്നത്. ഇന്ന് ഓവറോൾ നോക്കുമ്പോൾ ബുള്ളിഷാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എൻട്രിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് വരെ വരികയും ചെയ്ത് അതൊക്കെ പാടെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ചാടി കയറി എടുത്തു. 1-2 ഇവിടെ വരെ വന്നിട്ട് ഒരു 1-2 ഗ്രീൻ ക്യാൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് മേലേക്ക് തന്നെ കയറുകയാണ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടി കയറി എടുത്തു. അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രേഡിങ്ങിൽ പഠിച്ചെടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിങ് സ്കില്ല് എന്ന് പറഞ്ഞത്. മാർക്കറ്റിലേക്ക് വരുന്ന ഏതൊരാളും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയുള്ള ട്രേഡ്സൊക്കെ എടുക്കും. ഞാനും എടുത്തിട്ടൊക്കെ ഉണ്ടായി പണ്ട്. പക്ഷേ അങ്ങനെയുള്ള ട്രേഡ് എടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് അങ്ങനെയുള്ള ട്രേഡ് എടുത്തിട്ട് ടാർഗറ്റ് അടിച്ചാലും SL അടിച്ചാലും പ്രശ്നമാണ്. അതാണ് ഇതിലെ കോമഡി. അങ്ങനത്തെ ഒരു ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ ആ ട്രേഡ് ശരിക്കും റൂള് തെറ്റിച്ചെടുത്തിട്ട് കിട്ടിയൊരു പ്രോഫിറ്റാണ്. അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സാധനം കൊടുക്കും. അതായത് റൂള് തെറ്റിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, ലാഭമൊക്കെ കിട്ടും എന്നുള്ളത്. അങ്ങനെ ഒരു സാധനം നമ്മളെ മൈൻഡിൽ, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതാക്കണമെന്നല്ല, പക്ഷെ അറിയാണ്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോവും. അങ്ങനത്തെ ഒരു സാധനം കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി കാണുമ്പോഴും നമ്മൾ ചാടി കയറി എടുക്കും. പ്രോപ്പർ എൻട്രി വരാതെ തന്നെ ചാടി കയറി എടുക്കും. അപ്പോൾ എന്താ പ്രശ്നം പറ്റുക വെച്ചാൽ ആ ടൈമിലായിരിക്കും ചിലപ്പോൾ വന്ന് SL അടിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് കയറും. അതേപോലെ തന്നെ ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഇനി ഒന്ന് SL അടിക്കാതിരിക്കാം. SL അടിക്കുകയാണെങ്കിലും അത് പ്രശ്നമാണ്. SL അടിക്കുമ്പോൾ ലോസ് വന്ന് ആകെ വിഷയം, എന്തിനാ ഇപ്പോൾ ട്രേഡ് എടുത്തതിന്, റൂള് തെറ്റിച്ചിട്ടുള്ള ട്രേഡാണ്, ഇതിന് എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള റിഗ്രറ്റ് വല്ലാതെ തോന്നും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു ലോസാണല്ലോ വന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ ലോസ് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മളെ മൈൻഡ് പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഈ റൂള് തെറ്റിച്ച് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പ്രശ്നമാണ്. ടാർഗറ്റ് അടിച്ചാലും SL അടിച്ചാലും പ്രശ്നമാണ്. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് കാര്യമില്ല. നമുക്ക് ലോങ് ടേമിൽ ആ പ്രോഫിറ്റ് കൊണ്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കി വെക്കാം. കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ താഴേക്ക് വരുമോ അല്ലെങ്കിൽ ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡേ ഹൈ എടുക്കാനായിരിക്കും ചിലപ്പോൾ പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കേസിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ 3 പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്യാതെ ഇങ്ങനെ പോയി ചിലപ്പോൾ ഏതെങ്കിലും ഒരു പുൾ ബാക്കിലൊക്കെ എടുത്തിട്ടുണ്ടോ. ചിലപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വന്ന് അതിൻ്റെ ലോ എടുക്കുമ്പോൾ ഈ ക്യാൻഡിലൊക്കെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലും ചെറിയ പുൾ ബാക്കുമാരും ഒരു ക്യാൻഡിൽ താഴേക്ക് വരുന്ന സമയത്തൊക്കെ മേലേക്ക് ട്രേഡ് എടുക്കാന്നുള്ള രീതിക്ക് ചാടി കയറി എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ പ്രോഫിറ്റ് അടിക്കും ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു പ്രോഫിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് യുദ്ധമായിരിക്കും മാർക്കറ്റായിട്ട്. കാരണം പിന്നെ എടുക്കുന്ന ഫുള്ള് റൂള് തെറ്റിച്ചിട്ടുള്ള ട്രേഡ്സ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റുന്നവർ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കേട്ടിട്ടൊക്കെ തന്നെയാണ് ട്രേഡിങ് ചെയ്തത്. പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മിസ്റ്റേക്ക് വരുത്തി തന്നെയാണ് എല്ലാം പഠിച്ചതും. പറഞ്ഞതിൽ നമുക്ക് അങ്ങോട്ട് മനസ്സിലാച്ചാൽ കേട്ടില്ലേ, കൊണ്ടാലേ പഠിക്കുമെന്ന് കേട്ടില്ലേ. അങ്ങനെ ഞാൻ കൊണ്ടിട്ട് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ചിലവർ അങ്ങനെയാണ്, കൊണ്ടാലേ പഠിക്കുള്ളൂ. ആരെയും പറഞ്ഞു തന്നാൽ കേട്ടിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, മാർക്കറ്റ് നമ്മൾ ആ ഏരിയ ടിപ്പിലൊന്ന് ടാപ്പ് ചെയ്ത് പോയിക്കണ്. പക്ഷേ എൻട്രി എടുത്തില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി ഡയറക്റ്റ് വരികയാണെങ്കിൽ എടുക്കുള്ളൂ. അല്ലാതെ കുറച്ച് നേരം നിന്ന് തിരിഞ്ഞളിച്ചിട്ടാണ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് എടുക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ട്രേഡ് എടുത്തില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് ഒന്നും കൂടെ ഒന്ന് താഴേക്ക് ആ ഒരു ടാപ്പ് ചെയ്ത ചാനലിനെക്കാട്ടും താഴേക്ക് വരുമ്പോഴേ എൻട്രി എടുക്കുന്നുള്ളൂ. പ്രീമിയം നോക്കുകയാണെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് നല്ലൊരു സ്പൈക്ക് വരുന്നത്. പ്രീമിയത്തിലും നിഫ്റ്റിയിലും രണ്ടിലും നല്ലൊരു സ്പൈക്കാണ് വരുന്നത്.
ഒന്നും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ നോക്കാം. അതല്ലാതെ ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ് സംഭവം. 5 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് അങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് ആയിരിക്കും ഞാൻ തന്നെ കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയുണ്ട്. കുറേ നേരം ഇങ്ങനെ ബോറടിച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ചാടി കയറി എൻട്രി ഒന്നും എടുക്കാതെ. എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഒരു ത്രില്ലുണ്ടാവും, ഒരു അഡ്രിനാലിനൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. പിന്നെ ഇങ്ങനെ പോകുന്നതും കൂടെ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു എൻട്രിയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് ആ സാധനമാണ് ഇപ്പോൾ അത് പറന്ന് പോകണം നമ്മളെ ലെവൽ കറക്റ്റ് ടാപ്പ് ആയിട്ട്. പക്ഷേ എന്തായിട്ടും കാര്യമില്ല, നമ്മൾ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ എന്തൊക്കെ ഇമോഷൻസ് വന്നാലും എത്ര ബോറടിച്ചാലും ചാടി കയറി ഒരു എൻട്രി എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റുള്ളൂ. എന്നാലേ ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ ക്യാപിറ്റലിനും നമ്മളെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഒക്കെ ഇതിനെ ബാധിക്കും. ഒന്നുമില്ലാതെ ഇപ്പോൾ അങ്ങനെയൊക്കെ അയക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും പ്രത്യേകിച്ച് ഒന്നും പറയില്ല, സ്റ്റിൽ വെയിറ്റ് ചെയ്യാം, വരുമോ നോക്കി നോക്കാം. ഓക്കെ, വീണ്ടും നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. ഡേ ഹൈ ടാപ്പ് ചെയ്തില്ല, ഡേ ഹൈ ടാപ്പ് ചെയ്യാതെയാണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഡേ ഹൈ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ അത് ടാപ്പ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ എൻട്രി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഞാൻ അവിടുന്ന് എൻട്രി എടുക്കില്ല. പക്ഷേ ഡേ ഹൈ ടാപ്പ് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്കൊരു ട്രേഡ് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഒരു ക്യാൻഡിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും താഴേക്ക് വന്നിട്ട് പ്രീമിയം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. സെയിം സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അത് തന്നെ, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മാർക്കറ്റ് ഒരേ ലെവലിൽ തന്നെയാണല്ലോ, ലെവൽ മാറിയിട്ടൊന്നുമില്ല. 23,750 ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഓവറോൾ നോക്കുമ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ചെറിയ ബുള്ളിഷ് മൂവ്മെൻറ്റ് നിന്ന് അതിന് ശേഷം കംപ്ലീറ്റ് കൺസോൾട്ടേഷനാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലേക്കുള്ള ഒരു ലെവൽ 23,729.55 ആണ്. അവിടെ പോയി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ്ലി ഉള്ളൊരു ക്യാൻഡലിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ട്രേഡ് എടുത്തിട്ടുണ്ട്. 153.65 നമുക്ക് എൻട്രി കിട്ടിയത്. 153 മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വരുന്നുണ്ട്. SL അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് SL അടിച്ചു. രാവിലെ 10-10:15 തൊട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ട്രേഡാണ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്താണ് എൻട്രി കിട്ടിയത്. അങ്ങനെ ഒരു എൻട്രി കിട്ടിയിട്ട് വിത്തിൻ സെക്കൻഡ്സ് SL കൂടെ അടിച്ചാൽ ഇന്നത്തെ ദിവസമായ വൃത്തിയായി കിട്ടും. പക്ഷെ അങ്ങനെ അടിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേഷ്യൻസും കാര്യങ്ങളൊന്നും വിടാതെ കൂളായിട്ടിരിക്കാൻ പറ്റണം. ഇമോഷൻസൊക്കെ വരും ഉള്ളിൽ, വല്ലാണ്ട് ഇമോഷൻസ് വരും. പക്ഷേ വന്നാലും അത് കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് എന്തായാലും SL അടിച്ചില്ല, അവിടുന്ന് നല്ലൊരു സ്പൈക്ക് വരുന്നുണ്ട്. ഇതിലിപ്പോൾ ടാർഗറ്റ് ഒന്നെങ്കിൽ ഡേ ഹൈ വെക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ വെക്കാം, 2 ഏരിയ വെക്കാം. അതിൽ ഇത്രയും കൺസോൾട്ടേഷനായ സ്ഥിതിക്ക് ഡേ ഹൈക്ക് വരെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ ഇറങ്ങുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം നോക്കിയിട്ട് ടാർഗറ്റ് തീരുമാനിക്കാം. അങ്ങനെയാണ് എല്ലാ ട്രേഡിലും ചെയ്യാറ്. മാർക്കറ്റ് വരുമ്പോൾ അതിൻ്റെ മൊമെൻറ്റത്തിനനുസരിച്ച്, പ്രീമിയത്തിൻ്റെ മൊമെൻറ്റത്തിനനുസരിച്ചിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഡേ ഹൈ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ. ഇപ്പോൾ ഇവിടെയാണ് ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ഉള്ളത്, ആ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ഹൈ. അത് നല്ലൊരു ഏരിയ ആണ്. പിന്നെ അവിടുന്ന് ഡേ ഹൈയിലേക്ക് ചെറിയ പോയിൻ്റേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടേക്ക് ഓൾമോസ്റ്റ് ഒരു 34 പോയിൻറ്റ്സ് ഉണ്ട്. അവിടുന്ന് പിന്നെ ആകെ ഇത്തിരിയേ ഉള്ളൂ ഡേ ഹൈയിലേക്ക്. അപ്പോൾ ആ ഒരു ചെറിയ പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് ഹ്യൂജ് പോയിൻറ്റ്സ് നമ്മൾ പോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അഥവാ അവിടെ എത്തുമ്പം മൊമെൻറ്റത്തിലേക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണ്, ഡേ ഹൈ അടിക്കും എന്നുള്ള രീതിയിലൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടാർഗറ്റ് മാറ്റും, ഡേ ഹൈ വെക്കും. ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി അങ്ങോട്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. മാർക്കറ്റ് നമ്മൾ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാൻ ഡേ ഹൈയിലേക്ക് മാറ്റുന്നൊന്നുമില്ല. ചിലപ്പോൾ ഡേ ഹൈ വരെ പോവുമായിരിക്കും, പക്ഷേ എന്നാലും പ്രശ്നമില്ല. ചെറിയൊരു പോയിൻറ്റ്സിന് വേണ്ടി വെറുതെ ഇത്രയും കിട്ടിയത് റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷനും കൺസോൾട്ടേഷനും ഒക്കെ പാടായിട്ട് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പിടിക്കുന്നത്. അതുകൊണ്ട് ഈ ലെവൽ തന്നെ നമുക്ക് വെക്കാം. അവിടെ ടാപ്പ് ചെയ്യില്ല, അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. അവിടെ ടാപ്പ് ചെയ്യുമ്പം എക്സിറ്റ് ചെയ്യാം.
ടാപ്പ് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാം. പ്രൈസ് ഓക്കെ. സോ ആ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 180.5 നമുക്ക് ടോട്ടൽ ഒരു 10,400 ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. 16 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് ഈ ഒരൊറ്റ ട്രേഡിൽ. 11:28 42 വിറ്റത്. ഒരു 14 മിനിറ്റ് 15 മിനിറ്റിലും താഴെ അത്ര എടുത്തിട്ടുള്ളൂ ഈ ഒരു 10,000 പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ 180.5 നമ്മൾ എക്സിറ്റ് ഉണ്ടായിരുന്നത്. 180.5 എന്ന് പറയുമ്പം ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ 180.5 ഓക്കെ ഇവിടെ വരും. 180.5 അല്ലേ? ഓക്കെ 180.5 പറയുമ്പോൾ ഇവിടെ വരും. ഓൾമോസ്റ്റ് നമുക്കൊരു 26 പോയിൻറ്റ്സ് കിട്ടിയാണ്. 1:4.71 അതായത് 1:5 അടുത്ത് തന്നെ, 30 പോയിൻറ്റ്സിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഡെഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡെഹ എത്തിക്കും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുന്ന് ഡെഹയിലേക്ക് ചെറിയ പോയിൻ്റുള്ളൂ, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും കിട്ടിയ പ്രോഫിറ്റ്സ് ഇന്ന് റിസ്ക് ചെയ്യേണ്ടതാണ്. ചില സമയത്ത് ഞാനങ്ങനെ റിസ്ക് ചെയ്യലുണ്ട് സാഹചര്യങ്ങളുടെ ഇത് നോക്കിയിട്ട്. പക്ഷെ എന്നാലും മിക്കവാറും അത് ചെയ്യാത്തതാണ് നല്ലത്. അങ്ങനെ ചെറിയൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഹ്യൂജ് റിസ്ക് എടുക്കാത്തതാണ് നല്ലത്. ഇത്രയും കിട്ടിയ പ്രോഫിറ്റും പോവും, അടിയിൽ പോയി SL അടിച്ചാൽ ആ ലോസും വരും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത്. ഓക്കെ ചിലപ്പോൾ പോയിക്കും മേലേക്ക്, പക്ഷെ അത് പ്രശ്നമില്ല. നമ്മളെപ്പോഴും റിസ്ക് റിവാർഡ് നോക്കണം. റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റിവാർഡിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ റിസ്ക് എടുക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് റിസ്ക് റിവാർഡാണ്. സോ അങ്ങനെ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും നേരം കാത്തിരുന്നതിന് ഇപ്പോൾ കാര്യമുണ്ടായി. രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യുന്ന ട്രേഡാണ്. രാവിലെ 10-10:15 തൊട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 11:45 ഇപ്പോഴാണ് ട്രേഡ് കഴിഞ്ഞത്. ഓൾമോസ്റ്റ് ഒരു 10-11:30 ടൈമൊക്കെ ആകുമ്പോഴാണ് ട്രേഡ് കിട്ടിയത്. അപ്പോൾ അത്രയും ടൈം ഇങ്ങനെ ചാർട്ട് നോക്കി ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെ മാർക്കറ്റിൽ ഇരുന്നിട്ട് വേറെ അനാവശ്യമായിട്ടുള്ള ട്രേഡ്സ് ഒന്നും എടുക്കാതെ വെയിറ്റ് ചെയ്ത് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നാലേ നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും ചാടി കയറി ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയില്ല. അതിൽ ചിലപ്പോൾ SL അടിച്ചിട്ടുണ്ടാവും, നമ്മളെ ഇമോഷൻസും പോയിട്ടുണ്ടാവും, ഈ പ്രോപ്പറായിട്ടുള്ള ട്രേഡ് എടുക്കാൻ കഴിയാത്തതിൻ്റെ റിഗ്രറ്റ് ഉണ്ടാവും, ആവശ്യമില്ലാത്ത ട്രേഡ് എടുത്തതിനുള്ള റിഗ്രറ്റ് ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ട്രേഡിൽ തന്നെ ഇന്ന് രാവിലെ തൊട്ട് ഈ ടൈം വരെ എൻ്റെ മൈൻഡിൽ പല രീതിയിലുള്ള ഇമോഷൻസ് വന്നു പോയിട്ടുണ്ട്. അവിടെ ട്രേഡ് ആദ്യം വരുന്ന സമയത്ത് ടാപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ പോകുമ്പോൾ ട്രേഡ് എടുക്കാൻ തോന്നും. കാരണം നമ്മളെ വ്യൂ മേലേക്കാണ്, അപ്സൈഡിലേക്കാണ്, മാർക്കറ്റ് മേലേക്ക് തന്നെയാണ് കയറി പോകുന്നതും. പക്ഷേ നമുക്ക് ആ ട്രേഡ് കിട്ടുന്നില്ല, നമ്മുടെ എൻട്രി പോയിൻ്റ് തൊട്ടടുത്ത് വരെ വന്ന് അപ്പോൾ ഇങ്ങനെ എടുക്കാനുള്ളൊരു സാധനം വരും. അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുമ്പോഴായിരിക്കും വീണ്ടും അവിടെ വന്നിട്ട് പോണത്. അപ്പോൾ വീണ്ടും നമുക്ക് എടുക്കാൻ തോന്നും. അങ്ങനെ അതിനൊക്കെ ശേഷം എൻട്രി എടുത്ത് കഴിഞ്ഞ് ട്രേഡ് റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കത് എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം അത് ചിലപ്പോൾ SLലേക്ക് വരുമോ, ഈ സാധനത്തിനൊരു മൊമെൻറ്റം തോന്നുന്നില്ല, ഇന്ന് ഫുള്ള് കൺസോൾട്ടേഷനാണ്, അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് SL അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യുക ആ ഒരു ചിന്തയൊക്കെ എൻ്റെ മൈൻഡിനുള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വല്ലാണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ എത്ര പ്രൊഫഷണൽ ട്രേഡർ ആയാലും ആരായാലും ഇങ്ങനെ മൈൻഡിനുള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എൻ്റെ സെറ്റപ്പ് എന്താണോ, എൻ്റെ സിസ്റ്റം എന്താണോ, എൻ്റെ ടാർഗറ്റ് ഏതാണോ, എൻ്റെ എൻട്രി ഏരിയ ഏതാണോ, അതൊക്കെ കറക്റ്റായിട്ട് എനിക്ക് അറേഞ്ച് ചെയ്യാം. അത് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്താലേ ഓവറോൾ ലോങ് ടേമിൽ എനിക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൺട്രോൾ ചെയ്തിരിക്കും. ഇതിൻ്റെ മുൻപ് പല സിറ്റുവേഷനിലും ഓവർ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ലോസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓവർ ട്രേഡ് ചെയ്തിടത്തോളം എനിക്ക് മാർക്കറ്റിൽ നിന്ന് ലോസ് വന്നിട്ടുള്ളൂ. ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും, പക്ഷേ ആ പ്രോഫിറ്റ് മാർക്കറ്റ് തന്നെ തിരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇമോഷൻസ് വരുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്തിരിക്കും ഞാൻ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് മാർക്കറ്റിൽ. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ച് നമ്മളെ ട്രേഡ് പറന്ന് കയറിയല്ലോ. ഡെഹയിലേക്ക് ചെറിയൊരു പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആയത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേറെയും പല ചിന്തകൾ നമുക്ക് വരും. അവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടില്ലായിരുന്നു, അവിടുന്ന് ഡെഹൈ വെച്ചാൽ ചെറിയ പോയിൻ്റ് കൂടുതൽ കിട്ടുള്ളൂ, പക്ഷേ അതിന് ശേഷം വലിയ പോയിൻ്റ് തന്നുണ്ട്. അപ്പോൾ അവിടുന്ന് എക്സിറ്റ് ചെയ്തില്ലെന്ന് വെച്ചാൽ ഹ്യൂജ് പ്രോഫിറ്റ് ഇട്ടേനി, ഡബിൾ പ്രോഫിറ്റ് ഇട്ടേനി, പല ചിന്തകളും വരും. ഇപ്പോൾ എനിക്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. പക്ഷേ അതിലൊന്നും കാര്യമില്ല. എവിടെ വെച്ച് നമ്മൾ ടാർഗറ്റ് വെക്കും? ഡെഹൈ അല്ല ഇപ്പോൾ വെച്ച ടാർഗറ്റ് അല്ലാതെ മുകളിലെ അറ്റത്തെ എവിടെയെങ്കിലും കൊണ്ട് ടാർഗറ്റ് വെക്കാൻ പറ്റും? അങ്ങനെ വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ മാർക്കറ്റ് അങ്ങനെയൊക്കെ പോയിന്ന് വരും, പക്ഷെ അത് വെച്ചിട്ട് ടാർഗറ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും വെക്കാനൊന്നും പറ്റില്ല. ഒക്കത്തിനൊരു സെറ്റപ്പും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നേരെ തിരിച്ച് കറക്റ്റ് നമ്മളെ ടാർഗറ്റ് അടിച്ചിട്ട് താഴേക്കാണ് വന്നിരുന്നതെങ്കിൽ നമ്മളെ ചിന്തകൾ ഫുള്ള് വേറെ ആയിരിക്കും. കറക്റ്റ് ടാർഗറ്റ്, പെർഫെക്റ്റ് ടാർഗറ്റ് അങ്ങനെ ആയിരിക്കും. മാർക്കറ്റ് അവിടെ നിന്ന് മേലേക്ക് പോയി താഴേക്ക് പോയി എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ മൈൻഡ് സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരരുത്. ചിന്തകൾ വരും നമുക്ക്, പക്ഷെ അത് കൺട്രോൾ ചെയ്യണം.
ഓക്കെ അപ്പോൾ ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ലേന്. നമ്മൾ രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. 10,000 റുപ്പീസ് പ്രോഫിറ്റ് 11:28 അടുത്താണ്. 11:42 അത് എക്സിറ്റ് ആയത്. ആ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വേറെ ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല. മാർക്കറ്റ് നമ്മൾ ഈ എക്സിറ്റ് ചെയ്ത് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഫസ്റ്റ് ട്രേഡ്. അതിനുശേഷം ഡേ ഹൈ എടുത്ത് വേറൊരു ലിക്വിഡിറ്റി ഏരിയയും കൂടെ ടാപ്പ് ചെയ്ത് ഞാൻ രാവിലെ മാർക്ക് ചെയ്തിരുന്ന ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് അത് ടാപ്പ് ചെയ്തത് ഓൾമോസ്റ്റ് ഇത് അവിടെ നിന്നാണ്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് ഒരു എൻട്രി നോക്കിയിരുന്നു, ഈ ഒരു റേഞ്ചിലൊക്കെ നോക്കിയിരുന്നു, വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നിന്നൊന്നും പ്രോപ്പർ എൻട്രി കിട്ടിയില്ല. മാർക്കറ്റ് താഴേക്ക് വന്ന് പിന്നെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്താനായതുകൊണ്ട് അത് ആ എൻട്രി അവോയ്ഡ് ചെയ്ത് പിന്നെ എടുക്കേണ്ട വിചാരിച്ച് പിന്നെ അപ്സൈഡിലേക്ക് തന്നെ നോക്കാൻ വിചാരിച്ചു. അങ്ങനെ അപ്സൈഡിലേക്ക് നോക്കാൻ വിചാരിച്ച് ഇപ്പോൾ ഇവിടെ വേറെ ലിക്വിഡിറ്റി ഏരിയ ഇതാണുള്ളത്. ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്താൽ അപ്സൈഡിൽ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ടാപ്പ് ചെയ്യാതെ മേലെ കയറിയതുകൊണ്ട് പിന്നെ അപ്സൈഡിലേക്കും ട്രേഡ് കിട്ടിയില്ല. പിന്നെ അതിനുശേഷം പിന്നെ അപ്സൈഡിലേക്ക് നോക്കണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പോഴേക്കും പിന്നെ സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും വേണ്ട വെച്ചാൽ അങ്ങനെ മൊത്തത്തിൽ ആകെ ഒറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.